ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സമ്മിറ്റ് എസ് അക്കാഡമിയുടെ KS-ന്റെ ഫുൾ ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. KS-ന്റെ പേപ്പർ A ആണ്. ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഹിസ്റ്ററിയാണ്, അഥവാ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ജോഗ്രഫി, അതേപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ്. ഓക്കെ, ഈ പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു പേപ്പർ എയിൽ ഈ സബ്ജക്റ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ആദ്യം KS-ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം അനാലിസ് ചെയ്യാം. സോ നമ്മുടെ ക്ലാസിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കും, നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, ശേഷം ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സമ്മിറ്റ് എസ് അക്കാഡമിയുടെ KS-ന്റെ ഫുൾ ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. സോ ലെറ്റ് us സ്റ്റാർട്ട്. ഫ്രണ്ട്സ്, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് കിങ്ഡം ഹാഡ് മാട്രിയാർക്കി ഇൻ സൗത്ത് ഇന്ത്യ? ഓപ്ഷൻ എ പാണ്ഡ്യ, ഓപ്ഷൻ ബി ചേര, ഓപ്ഷൻ സി പല്ലവ, ഓപ്ഷൻ ഡി ചോള. സൗത്ത് ഇന്ത്യയിൽ ഏത് ഡൈനാസ്റ്റിയാണ് മാട്രിയാർക്കി ഫോളോ ചെയ്തത്? ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പാണ്ഡ്യന്മാരാണ്. സോ സൗത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 3 ഡൈനാസ്റ്റികളുണ്ട്. അവരെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്നത് മൂവേന്ദന്മാരെന്നാണ്. പാണ്ഡ്യന്മാരും ചേരന്മാരും അതേപോലെ ചോളന്മാരുമാണ്. ഇതിൽ ചേര ചോള പാണ്ഡ്യന്മാരിൽ പാണ്ഡ്യന്മാരുടെ പ്രത്യേകതയാണ് അവർക്ക് മാട്രിയാർക്കിയാണ് ഉണ്ടായിരുന്നത്. വിച്ച് മീൻസ് ഇന്നത്തെ സമൂഹങ്ങളിലൊക്കെ ഏറെക്കുറെയൊക്കെ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അതായത് അച്ഛനിൽ നിന്നും പൈതൃകം ലഭിക്കുന്ന ആ ഒരു സാമൂഹിക സിസ്റ്റമാണ് ബാക്കി എല്ലാ ഡൈനാസ്റ്റിയിലും നിലനിന്നിരുന്നത്. പക്ഷെ പാണ്ഡ്യ ഡൈനാസ്റ്റിയിൽ അമ്മയിൽ നിന്ന് പൈതൃകം ലഭിക്കുകയാണ് ചെയ്യുക. സോ രാജാധികാരമായാലും കുടുംബാധികാരമായാലും സ്ത്രീകൾക്ക് മേൽക്കോയ്മയുള്ള, സ്ത്രീകളിൽ നിന്ന് പാരമ്പര്യം ലഭിക്കുന്ന മാട്രിയാർക്കി ഉണ്ടായത് പാണ്ഡ്യന്മാർക്കാണ്. സോ ഇതിനെപ്പറ്റി നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്, സോ ഗ്രീക്കുകാരുടെ കൊട്ടാരത്തിലേക്ക് വന്ന മൗര്യന്മാരുടെ കൊട്ടാരത്തിലേക്ക് വന്ന ഗ്രീക്ക് അംബാസിഡറായ മെഗസ്തനീസ് തന്റെ ഇൻഡിക്കയിൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സോ സൗത്ത് ഇന്ത്യയിൽ ചേര ചോള പാണ്ഡ്യന്മാരുണ്ട്. അവരിൽ പാണ്ഡ്യന്മാർക്ക് പാണ്ഡ്യൻ സൊസൈറ്റിയിൽ മാട്രിയാർക്കിയാണ് നിലനിന്നിരുന്നത് എന്ന് മെഗസ്തനീസ് തന്റെ ഇൻഡിക്കയിൽ പ്രതിപാദിക്കുന്നുണ്ട്. സോ മെൻഡിക്കയിലെ ആ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പാണ്ഡ്യ ഡൈനാസ്റ്റിയിൽ, പാണ്ഡ്യ സാമ്രാജ്യത്തിൽ മാട്രിയാർക്കിയാണ് ഉണ്ടായിരുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പാണ്ഡ്യയാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ 2, which script was introduced in South India by Ashoka? Option A Pragan, option D Pali, option C Brahmi, option D Kharoshthi. സൗത്ത് ഇന്ത്യയിൽ അശോക ചക്രവർത്തി ഏത് സ്ക്രിപ്റ്റ് ആണ് അഥവാ ഏത് ലിപിയാണ് അവതരിപ്പിച്ചത്? ഓക്കെ ഫ്രണ്ട്സ്, നമുക്കറിയാം മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രവർത്തി അശോക ചക്രവർത്തിയാണ്. അശോക ചക്രവർത്തി തന്റെ കാലഘട്ടത്തിൽ നടത്തിയൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ് കലിംഗ യുദ്ധം. ഓക്കെ, ഈ കലിംഗ യുദ്ധത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട് കിടക്കുന്നത് അശോക ചക്രവർത്തി കാണുകയും അശോക ചക്രവർത്തി പിന്നീട് അതിൽ മനമെടുത്തുകൊണ്ട് ബുദ്ധമതം സ്വീകരിക്കുകയും പിന്നീട് ബുദ്ധമതത്തിന്റെ പ്രചോദനത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അശോകന്റെ കാലഘട്ടത്തിൽ അശോകൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി തന്റെ സാമ്രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ഇൻസ്ക്രിപ്ഷൻസുകൾ അഥവാ ശിലാശാസനങ്ങൾ കല്ലുകളിൽ അതേപോലെ തന്നെ തൂണുകളിലും സംതിങ് എഴുതി വെച്ചുകൊണ്ട്, സോ ശിലാശാസനങ്ങൾ തന്റെ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അശോകൻ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം മൗര്യന്മാർക്ക് ഇന്ത്യയിലൊട്ടാകെ, സൗത്ത് ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പ്രദേശങ്ങളും അന്ന് മൗര്യന്മാർക്ക് കീഴിലായിരുന്നു. സോ മൗര്യ സാമ്രാജ്യത്തിലുടനീളം അശോക ചക്രവർത്തി ശിലാശാസനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഇൻസ്ക്രിപ്ഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇൻസ്ക്രിപ്ഷൻസിൽ ജനങ്ങൾക്കുള്ള മെസ്സേജുകളാണ്. ഓക്കെ, അപ്പം തന്റെ സാമ്രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും അശോക ചക്രവർത്തി ഇതേപോലെ ഇൻസ്ക്രിപ്ഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഇൻസ്ക്രിപ്ഷൻസിൽ ശ്രദ്ധിക്കുക, അതിൽ എഴുതിയിരിക്കുന്ന ഭാഷ പ്രാകൃതാണ്. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട ഭാഷയാണ് പാലി ഭാഷയും പ്രാകൃത ഭാഷയും. അശോക ചക്രവർത്തി തന്റെ ഇൻസ്ക്രിപ്ഷൻസിൽ പ്രധാനമായും എഴുതിയ ഭാഷ പ്രാകൃതാണ്. സോ ഇവിടെ ഓപ്ഷൻ എ ആൻഡ് ബി, പ്രാകൃത് പാലി, ഇത് രണ്ടും സ്ക്രിപ്റ്റ് അല്ല, ലിപി അല്ല, മറിച്ച് എന്താണ്, ഭാഷയാണ്. അശോകന്റെ ശിലാശാസനങ്ങളിൽ പ്രധാനമായി 2 ലിപികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബ്രഹ്മി, 2 കരോഷ്ടി. ഓക്കെ, ഈ കരോഷ്ടി ലിപിയിൽ അശോകന്റെ ശിലാശാസനങ്ങൾ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലും നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലുമാണ്.
ഓക്കെ, സൗത്ത് ഇന്ത്യയിലൊന്നും ഖരോഷ്ടി ലിപിയില്ല. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ബ്രഹ്മി സ്ക്രിപ്റ്റിൽ എഴുതിയ ശിലാശാസനങ്ങളാണ്. ഓക്കെ, അപ്പൊ അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ എഴുതിയിരിക്കുന്ന ഭാഷ പ്രാകൃതാണ്. അത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ഖരോഷ്ടി ലിപിയിലും സൗത്ത് ഇന്ത്യയിലും അതേപോലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ബ്രഹ്മി ലിപിയിലുമാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ അശോക ചക്രവർത്തി സൗത്ത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലിപി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ബ്രഹ്മിയാണ് കറക്റ്റ് ആൻസർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Mughal rule began and ended at Panipat. 2. Marathas were defeated in the third battle of Panipat. 3. French rule began with Panipat. 4. French power ended with Panipat. 1 is correct, 2 is correct, both 1 and 2 are correct, D none of the above. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? സോ ഇങ്ങനത്തെ 1, 2, 3 അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ട രീതി എലിമിനേഷൻ ടെക്നിക്കാണ്. അതായത് പരിപൂർണമായിട്ടും ശരിയാണ്, പരിപൂർണമായിട്ടും തെറ്റാണ് എന്നുറപ്പുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മുഗൾ റൂൾ ബെഗൺ ആൻഡ് എൻഡഡ് അറ്റ് പാനിപ്പട്ട്. ഓക്കെ, മുഗൾ ഭരണം ആരംഭിച്ചതും അവസാനിച്ചതും പാനിപ്പട്ടിലാണ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താ? 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഓക്കെ, അപ്പൊ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തോടു കൂടിയാണ് മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. ഓക്കെ, മുഗൾ ഭരണം ആരംഭിക്കുന്നത് പാനിപ്പട്ടോട് കൂടിയാണ്. പക്ഷെ മുഗൾ ഭരണം അവസാനിച്ചത് പാനിപ്പട്ടിലെ യുദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സോ ഒന്നല്ല. 1857 ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള ഉണ്ടായി. ഈ ശിപ്പായി ലഹളയില് മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ രണ്ടാമൻ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയതിന് പേരിൽ പിന്നീട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ മ്യാൻമറിലേക്ക് അഥവാ റംഗൂണിലേക്ക് നാട് കടത്തി. ഓക്കെ, സോ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാട് കടത്തിയതോടുകൂടി 1857 മുഗൾ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ആദ്യ ഭാഗം ശരിയാണ്, രണ്ടാമത്തെ ഭാഗം തെറ്റാണ്. സോ മൊത്തമായി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ എ തെറ്റ്, ഓപ്ഷൻ സി തെറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മറാത്താസ് were defeated in the third battle of പാനിപ്പട്ട്. ഫ്രണ്ട്സ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 3 പാനിപ്പട്ട് വാർ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാം പാനിപ്പട്ട് വാർ 1526 ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ്. രണ്ടാം പാനിപ്പട്ട് വാർ AD 1556 അക്ബറും ഹെമുവും തമ്മിലാണ്. മൂന്നാമത്തെ പാനിപ്പട്ട് വാർ 1760 അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തകളുമാണ്. സോ 1760 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ മറാത്തകളെ അഹമ്മദ് ഷാ അബ്ദാലി എന്ന് പറയുന്ന അഫ്ഗാൻ റൂളർ പരാജയപ്പെടുത്തി. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മറാത്തകൾ മൂന്നാം പാനിപ്പട്ട് വാറിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അപ്പൊ 2 ശരിയാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലെത്താം. ഒറ്റയടിക്ക് ഓപ്ഷൻ ബി 2 ഈസ് കറക്റ്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3ഉം 4ഉം തെറ്റാണ്. ഫ്രഞ്ച് ഭരണം അവസാനിച്ചതും തുടങ്ങിയതും ഓക്കെ, അത് രണ്ടും പാനിപ്പട്ടിലല്ല. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. Growth of vernacular literature in medieval India was the greatest contribution of Vijayanagar Kingdom, Bahmani Kingdom, Bhakti movement saints, Sultans of Delhi. വെർണാക്കുലർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുഭാഷ. ഓക്കെ, കേരളത്തിലെ വെർണാക്കുലർ ലാംഗ്വേജ് മലയാളമാണ്, തമിഴ്നാട്ടിൽ തമിഴാണ്. സോ ഓരോ പ്രദേശങ്ങളിലും ഓരോ ഭാഷയായിരിക്കും. അതിനാണ് വെർണാക്കുലർ ലിറ്ററേച്ചർ എന്ന് പറയാം. അപ്പൊ മെഡീവൽ കാലഘട്ടത്തിൽ വെർണാക്കുലർ ലിറ്ററേച്ചർ നാട്ടുഭാഷാ സാഹിത്യങ്ങൾ ഇന്ത്യയിൽ വളർന്നു വന്നു. അതിന്റെ കാരണം എന്ത് എന്നാണ് ചോദ്യം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഭക്തി മൂവ്മെന്റ്സ് ആണ് കേട്ടോ. സോ മെഡീവൽ കാലഘട്ടത്തിൽ വെർണാക്കുലർ സാഹിത്യങ്ങൾ ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭക്തി മൂവ്മെന്റുകളാണ്. ഓക്കെ, ഈ ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗോഡ് അല്ലെങ്കിൽ ഗോഡസ്, ഓക്കെ, സോ ഒരു ദേവി അല്ലെങ്കിൽ ഒരു ദൈവം, ഓക്കെ, സോ ഒരു ദേവി ദേവനോടുള്ള തന്റെ ഭക്തി, ഓക്കെ, ഒരു ഭക്തൻ പ്രകടിപ്പിക്കുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിനാണ് നമ്മൾ ഭക്തി മൂവ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഏകദേശം AD 7ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനും ഇടയിൽ സൗത്ത് ഇന്ത്യയിലാണ് ഭക്തി മൂവ്മെന്റ് ഉടലെടുക്കുന്നത്. ഓക്കെ, AD 700കൾക്കും AD 1000നും ഇടയിൽ
സൗത്ത് ഇന്ത്യയിലാണ് ഭക്തി മൂവ്മെന്റ് ഇന്ത്യയിൽ ആദ്യമായി തുടക്കം കുറിക്കുന്നത്. അതായത് സൗത്ത് ഇന്ത്യയിൽ ആഴ്വാറുകൾ അതേപോലെ നായനാറുകൾ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭക്തി സെക്റ്റുകളുണ്ട്. ഇതിൽ ആഴ്വാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. നായനാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനെ ആരാധിക്കുന്നവരാണ്. അപ്പൊ ആഴ്വാർ ഭക്തി സെയിൻസുകൾ, ആഴ്വാർ കവികൾ വിഷ്ണുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ധാരാളം കവിതകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത്തരം ഒരു കവിതകളുടെ ഒരു കമ്പൈലേഷൻ ആണ് നളയിര ദിവ്യപ്രബന്ധം. നമുക്ക് പുറകെ പഠിക്കാനുണ്ട്. അതേപോലെ നായനാർ കവികൾ. ഓക്കെ, നായനാർ കവികൾ എന്ന് പറഞ്ഞാൽ ശിവനെ ആരാധിക്കുന്ന ശിവഭക്തന്മാർ, അവരെയാണ് നമ്മൾ നായനാർസ് എന്ന് വിളിക്കുന്നത്. സോ നായനാറുകൾ എന്ത് ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സൗത്ത് ഇന്ത്യയിൽ ആഴ്വാർ നായനാർ മൂവ്മെന്റോട് കൂടിയാണ് ഭക്തി മൂവ്മെന്റ് ഉടലെടുക്കുന്നത്. സോ സൗത്ത് ഇന്ത്യയിൽ തുടങ്ങിയ ഈ ഒരു രീതി പിന്നീട് നോർത്ത് ഇന്ത്യയിലേക്ക് വ്യാപിച്ചു. AD 1000 ശേഷം നോർത്ത് ഇന്ത്യയിലും വ്യാപിച്ചു. നോർത്ത് ഇന്ത്യയിൽ ധാരാളം കബീറിനെ പോലെ, തുളസിദാസിനെ പോലെ, സൂർദാസിനെ പോലെയൊക്കെയുള്ള ധാരാളം ഭക്തി സെയിന്റുകൾ ഉയർന്നു വന്നു. ഓക്കെ, അപ്പൊ ഈ ആഴ്വാറുകളായാലും നായനാറുകളായാലും അവര് കവിതകൾ എഴുതിയത് തമിഴ് ഭാഷയിലാണ്. അതേപോലെ തന്നെ പിന്നീട് വന്ന പല ഭക്തി സെയിന്റുകളും അവരുടെ മാതൃഭാഷയിൽ ധാരാളം കവിതകൾ രചിച്ചു. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഭക്തി മൂവ്മെന്റ് നാട്ടുഭാഷകളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. കാരണം അവർ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും അവരവരുടെ കൃതികളും പദ്യങ്ങളും കവിതകളൊക്കെ എഴുതിയതെല്ലാം ഈ നാട്ടുഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിന് നിന്ന് മാറിക്കൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം മറ്റു ഭാഷകളിൽ കൂടുതൽ രചനകൾ, കൃതികൾ രചിക്കാൻ തുടങ്ങി. സോ ഈ ഭക്തി മൂവ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദ പ്രൊമോഷൻ ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ് ആണ്. ഓക്കെ അല്ലെ? സോ സിഗ്നിഫിക്കൻസ് ഓഫ് ഭക്തി മൂവ്മെന്റ് ജസ്റ്റ് ഞാൻ വായിച്ചു പോവാം. ആ കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കാരങ്ങൾ, റിഫോം, ഓക്കെ, അതായത് ഈ ബ്രാഹ്മണിക്കൽ റിലീജിയനകത്തുള്ള ജാതീയത, അതേപോലെ തന്നെ അൺടച്ചബിലിറ്റി തുടങ്ങിയ സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. സോ സാമൂഹിക പരിഷ്കാരങ്ങൾ ഭക്തി മൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. റീജിയണൽ ലാംഗ്വേജുകളുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യക്കാർക്കിടയിൽ നമ്മളെല്ലാവരും ഒരൊറ്റ രാജ്യക്കാരാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റ അമ്മയുടെ മക്കളാണ്. സോ അങ്ങനെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ ബോധം കൊണ്ടുവരാനും അതുവഴി ഇന്ത്യയുടെ യൂണിഫിക്കേഷൻ യാഥാർത്ഥ്യമാക്കാനും ഭക്തി മൂവ്മെന്റ് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനു പുറമെ മ്യൂസിക്, ഡാൻസ്, ലിറ്ററേച്ചർ തുടങ്ങിയ മറ്റു കലാരൂപങ്ങളിലും ഭക്തി മൂവ്മെന്റ്സ് അതിൻ്റെതായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓർത്തഡോക്സ് സുപ്രമസി, ഓക്കെ, അതായത് ഹിന്ദുമതത്തിന്റെ ഒക്കെ ഒരു ഓർത്തഡോക്സ് എലമെന്റ്സിനെ വളരെയധികം വിമർശിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഭക്തി മൂവ്മെന്റിലൂടെ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസിനിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ ഭക്തി മൂവ്മെന്റ് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സാമൂഹിക സേവനങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, അതായത് ധനാഢ്യനായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവരെ സഹായിക്കുക, ഓക്കെ, അതങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മാനവിക ഭാവം കൂടി ഭക്തി മൂവ്മെന്റ് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭക്തി മൂവ്മെന്റ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ AD 7ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനും ഇടയിൽ സൗത്ത് ഇന്ത്യയിലാണ് ഭക്തി മൂവ്മെന്റ് തുടക്കം കുറിച്ചത്, ആഴ്വാർ ആൻഡ് നായനാർ മൂവ്മെന്റ്സിന്റെ രൂപത്തിൽ. പിന്നീട് ഭക്തി മൂവ്മെന്റ് സൗത്ത് ഇന്ത്യയിൽ നിന്നും ആരംഭിച്ച് നോർത്ത് ഇന്ത്യ മൊത്തമായിട്ട് വ്യാപിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ ഒരു വലിയൊരു സംസ്കാരത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഭക്തി മൂവ്മെന്റ് സയൻസ്. ഓക്കെ അല്ലെ? മിഡീവൽ കാലഘട്ടത്തിൽ വെർണാക്കുലർ ലിറ്ററേച്ചർ പ്രോത്സാഹിപ്പിച്ചത് ഭക്തി മൂവ്മെന്റ് സയൻസുകളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നിസാമുദ്ദീൻ ഔലിയ വാസ് ദ കണ്ടംപററി ഓഫ് മുഹമ്മദ് തുഗ്ലക്. 2. തുളസിദാസ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് സലീം ചിസ്തി. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി both 1 and 2, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി neither 1 or 2. സോ ഇതും മിഡീവലിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഭക്തി മൂവ്മെന്റ് പ്രധാനമായിട്ടും ഹിന്ദു മതത്തിനകത്താണ് വന്നത് എങ്കിൽ ഇസ്ലാം മതത്തിനകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് സൂഫിസം അഥവാ സൂഫി മൂവ്മെന്റ്. സൂഫി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സൂഫി മൂവ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, സൂഫി മൂവ്മെന്റുകൾക്ക് ഒരു ട്രഡീഷൻസ് ഉണ്ടാകും. ഓക്കെ, അതായത് പല സൂഫി വര്യന്മാരും ഫോളോ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേ ഓഫ് കൾട്ടാണ്, അല്ലെങ്കിൽ വേ ഓഫ് ലൈഫാണ്. ഓക്കെ, സോ അതിനെ അറബിയിൽ പറയാ ത്വരീഖത്ത് എന്നാണ്. ഓക്കെ, സോ അങ്ങനെ ഓരോ സൂഫിയും വ്യത്യസ്തമായിട്ടുള്ള ത്വരീഖത്താണ് ഫോളോ ചെയ്യുക. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭൂരിപക്ഷം സൂഫി വര്യന്മാരും ഫോളോ ചെയ്തിരുന്ന ത്വരീഖത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ചിസ്തി ഓർഡർ ആണ്. ഓക്കെ, ചിസ്തി എന്ന് പറയുന്ന ആ ഒരു വേ ഓഫ് ലൈഫാണ് ഭൂരിപക്ഷം
സൂഫി വര്യന്മാരും ഫോളോ ചെയ്തത്. ഈ ചിസ്തി പാരമ്പര്യത്തിന് ഇതിൽ തുടക്കം കുറിക്കുന്നത് അജ്മീറിലെ ഖോജ മൊയ്നുദ്ദീൻ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ് വലിയ രൂപത്തിൽ ഇന്ത്യയിൽ സൂഫി ട്രഡീഷൻസ് വേരോടുന്നത്. ഓക്കെ, പിന്നീട് വന്ന ഏറെക്കുറെ എല്ലാ സൂഫി വര്യന്മാരും ഇദ്ദേഹത്തിന്റെ വേ ഓഫ് ലൈഫ് ഫോളോ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അജ്മീർ ദർഗയെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ അജ്മീർ ദർഗയിൽ ഖോജ മൊയ്നുദ്ദീൻ ആണുള്ളത്. സോ ഖോജ മൊയ്നുദ്ദീന്റെ വേ ഓഫ് ലൈഫ് ആണ്, അല്ലെങ്കിൽ ത്വരീഖത്തിനെയാണ് നമ്മൾ ചിസ്തി ഓർഡർ എന്ന് പറയാം. ആ ചിസ്തി ഓർഡർ ഫോളോ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട സൂഫി വര്യനാണ് നിസാമുദ്ദീൻ ഔലിയ. ഓക്കെ, ഡൽഹിയിൽ നിസാമുദ്ദീൻ എന്ന് പറയുന്ന പ്രത്യേക സ്ഥലമുണ്ട്, പ്രത്യേക റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. സോ നിസാമുദ്ദീന്റെ ദർഗ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു സ്ഥലത്തിന് നിസാമുദ്ദീൻ എന്ന പേര് ലഭിച്ചത്. ഓക്കെ, സോ നിസാമുദ്ദീൻ ഔലിയെ പറ്റിയാണ് ചോദ്യം. നിസാമുദ്ദീൻ ഔലിയ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കണ്ടംപററി ആണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നിസാമുദ്ദീൻ ഔലിയ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കണ്ടംപററിയാണ്. അതായത് AD 1325 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരണം ഏറ്റെടുക്കുന്നത്. അതേ വർഷം, അതായത് 1325 നിസാമുദ്ദീൻ ഔലിയ മരണപ്പെടുന്നത്. അപ്പൊ വ്യക്തമായി പറഞ്ഞാല് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കണ്ടംപററിയാണ്, അതല്ലാതെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കണ്ടംപററി അല്ല. അതായത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ശേഷം വന്ന രാജാവാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരണമേൽക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആര് മരണപ്പെട്ടിട്ടുണ്ട്? നിസാമുദ്ദീൻ ഔലിയ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കണ്ടംപററിയാണ് നിസാമുദ്ദീൻ ഔലിയ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നിസാമുദ്ദീൻ ഔലിയ ആരുടെ കണ്ടംപററിയാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കണ്ടംപററിയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ അക്ബറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി സെയിന്റ് ആണ് തുളസിദാസ്. ഓക്കെ, സോ ഈ തുളസിദാസ് ഷെയ്ഖ് സലീം ചിസ്തി, ഈ ഷെയ്ഖ് സലീം ചിസ്തിയും തുളസിദാസും രണ്ടുപേരും കണ്ടംപററിയാണ്. അക്ബറിന്റെ ഗുരുവാണ് ഷെയ്ഖ് സലീം ചിസ്തി. ഓക്കെ, അപ്പൊ ഇതേ കാലങ്ങളിൽ ജീവിച്ചു പോയ മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തി സെയിന്റ് ആണ് തുളസിദാസ്. സോ തുളസിദാസിനെ ഷെയ്ഖ് സലീം ചിസ്തി വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2 ഓൺലി. ഓക്കെ, തുളസിദാസിനെ പറ്റി പറയാനുള്ള തുളസിദാസ് അക്ബറിന്റെ കണ്ടംപററിയാണ്. അദ്ദേഹം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് രാമചരിതമാനസം. സോ അവധി ലാംഗ്വേജിൽ രാമചരിതമാനസം എഴുതിയത് തുളസിദാസ് ആണ്. ഓക്കെ, അവധി എന്നുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷയാണ്. സോ ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ സി 2 ഓൺലി ആണ്. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് റൂളർ ഓഫ് സൗത്ത് ഇന്ത്യ പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി? ഓപ്ഷൻ എ ടിപ്പു, ഓപ്ഷൻ ബി ഹൈദരാലി, ഓപ്ഷൻ സി പ്രതാപുത്ര ദേവ, ഓപ്ഷൻ ഡി ദോസ്ത് മുഹമ്മദ്. സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. സോ സൗത്ത് ഇന്ത്യയിൽ ഏത് രാജാവാണ് ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിച്ചത്? സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ടിപ്പു സുൽത്താൻ ആണ്. ഓക്കെ, സോ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ രണ്ട് പ്രധാനപ്പെട്ട മൈസൂർ രാജാക്കന്മാരാണ് ഹൈദരാലിയും ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താനും. ഓക്കെ, സോ ഈ ടിപ്പു സുൽത്താന് ഫ്രഞ്ച് വിപ്ലവത്തെയൊക്കെ വളരെയധികം സ്വാധീനിച്ച, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു രാജാവ് കൂടിയാണ്. സോ AD 1782 തന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മൈസൂർ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം എന്ത് സ്ഥാപിച്ചിട്ടുണ്ട്? ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രഞ്ച് വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബ്ബാണ് ജാക്കോബിയൻ ക്ലബ്ബ്. ഓക്കെ, നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കും. ഈ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായ ഏക ഇന്ത്യക്കാരന്മാരാണ് ടിപ്പു സുൽത്താനാണ്. സോ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച, ഫ്രഞ്ച് വിപ്ലവത്തിന് നാന്ദി കുറിച്ച ജാക്കോബിയൻ ക്ലബ്ബിൽ ടിപ്പു സുൽത്താൻ മെമ്പർ ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? AD 1782 ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദാറ്റ്സ് ഓൾ. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. മാർക്ക് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അഷ്ടപ്രധാൻ is associated with Shivaji. Shivaji was the organizer of Maratha Rajya. Sulhikul was the idea of Shivaji. Treaty of Purandar took place with Shivaji. Option A 1 is incorrect. Option B 2 is incorrect. Option C 3 is incorrect. D all are incorrect. ശിവാജിയുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അഷ്ടപ്രധാൻ is associated with ശിവാജി. അത് ശരിയാണോ? അഷ്ടപ്രധാൻ, വാട്ട് ഇസ് അഷ്ടപ്രധാൻ? സോ ശിവാജിയുടെ മിനിസ്ട്രിക്ക് വരുന്ന പേരാണ്, 8 മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന
ശിവാജിയുടെ മിനിസ്ട്രിക്ക് പറഞ്ഞ പേരാണ് അഷ്ടപ്രധാൻ. അതേപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിലുണ്ടായിരുന്ന മന്ത്രിസഭക്ക് പറഞ്ഞ പേരാണ് അഷ്ടദിഗജാസ്. ഓക്കെ, അപ്പൊ അഷ്ടദിഗജാസ് ഉണ്ട്, അഷ്ടപ്രധാൻ ഉണ്ട്. അഷ്ടപ്രധാൻ മറാത്തകളുമായി ബന്ധപ്പെട്ട് ശിവാജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഷ്ടദിഗജാസ് വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ശിവാജിയുടെ മന്ത്രിസഭക്ക് പറഞ്ഞ പേരാണ് അഷ്ടപ്രധാൻ. രണ്ടാം സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ശിവാജി വാസ് ദ ഓർഗനൈസർ ഓഫ് മറാത്ത രാജ്യ. മറാത്ത സാമ്രാജ്യത്തിന്റെ ഓർഗനൈസർ ശിവാജിയാണ്. ശരിയാണ്, ശിവാജിയാണ് മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സുൽഹിക്കുൾ എന്ന് പറയുന്ന ആശയം ശിവാജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. തെറ്റാണ്. കാരണം എന്താ? സുൽഹിക്കുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പദത്തിന്റെ ഒരു അറബി വാക്കാണ്. സുൽഹിക്കുൾ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം പീസ് വിത്ത് ഓൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ പീസ്, എല്ലാവർക്കും സമാധാനം എന്നാണ് സുൽഹിക്കുൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, സോ ഈ ആശയം ആക്ച്വലി അക്ബറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്ബർ സ്ഥാപിച്ചൊരു മതമുണ്ട്. ആ മതത്തിന്റെ പേരാണ് ദീൻ ഇലാഹി. അതായത് മറ്റെല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് അക്ബർ ഉണ്ടാക്കിയ ഒരു മതമാണ് ദീൻ ഇലാഹി. ഈ ദീൻ ഇലാഹി എന്ന് പറയുന്ന മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് സുൽഹിക്കുൽ. ഓക്കെ, അപ്പൊ ആക്ച്വലി സുൽഹിക്കുൽ എന്ന് പറയുന്ന ആശയം എല്ലാ കമ്മ്യൂണിറ്റികൾക്കിടയിലും സമാധാനം വേണം. ഓക്കെ, ആ ഒരു ആശയമാണ് സുൽഹിക്കുൽ. ഈ സുൽഹിക്കുൽ എന്ന് പറയുന്ന ആശയം അക്ബറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതല്ലാതെ ശിവാജിയുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ അപ്പൊ തന്നെ നമുക്ക് ആൻസർ എത്താം. ഓപ്ഷൻ സി 3 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ട്രീറ്റി ഓഫ് പുരന്ദർ ശിവാജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവാജിയും ഔറംഗസീബും തമ്മിൽ ഒപ്പുവെച്ച ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് പുരന്ദർ. AD 1665 ട്രീറ്റി ഓഫ് പുരന്ദർ ഒപ്പുവെക്കുന്നത്. അതായത് ശിവാജിയും മുഗളന്മാരും തമ്മിൽ ഏറ്റുമുട്ടി, അതിൽ ശിവാജി പരാജയപ്പെട്ടു. അങ്ങനെ ശിവാജിയും മുഗൾ സൈനിക കമാൻഡറായ ഔറംഗസീബിന്റെ സൈനിക കമാൻഡറായിരുന്ന രാജാ ജയ്സിംഗും ഒപ്പുവെച്ച ട്രീറ്റിയാണ് 1665 ട്രീറ്റി ഓഫ് പുരന്ദർ. ഓക്കെ, അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ഇവിടെ ചോദ്യം ഇൻകറക്റ്റ് ഏതാണെന്നാണ്. സോ ഓപ്ഷൻ സി 3 ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, അടുത്ത മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. മുഹമ്മദ് ഗവാൻ വാസ് ദ മിനിസ്റ്റർ ഓഫ് ബാമണി കിങ്ഡം, വിജയനഗര, ബിഡാർ, ബേറാർ. മുഹമ്മദ് ഗവാൻ ബാമണി കിങ്ഡത്തിലെ മഹാരാജാവാണ്, അല്ലെങ്കിൽ മഹാരാജാവല്ല, മിനിസ്റ്റർ ആയിരുന്നു. അതായത് ഏറെക്കുറെയൊക്കെ മഹാരാജാവിന് ഈക്വലന്റ് ആയിട്ടുള്ള, രാജാവ് ഒരു പപ്പറ്റ് ആയിരുന്നു, സോ മഹാരാജാവിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ആയിരുന്നു മുഹമ്മദ് ഗവാൻ. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് റൂളർ യൂസ്ഡ് മാർബിൾ ഇൻ ഹിസ് ബിൽഡിംഗ്സ്? അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഏത് മുഗൾ ചക്രവർത്തിയാണ് തന്റെ ബിൽഡിംഗ്സിൽ മാർബിൾസ് ഉപയോഗിച്ചത്? സോ PSC ആൻസർ കൊടുത്ത ഓപ്ഷൻ സി ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം ഒരു വാല്യൂ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഒരു കാരണം എല്ലാ മുഗൾ ചക്രവർത്തിമാരും അവർ ബിൽഡിങ്സ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മാർബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഷാജഹാൻ മാത്രമല്ല, അതിനു മുമ്പ് അക്ബർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ബിൽഡിങ്സിൽ മാർബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരിയില്ല. സോ ഈ ക്വസ്റ്റ്യന് അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട്. സോ PSC ആൻസർ കൊടുത്തത് ഷാജഹാൻ ആണ്. സോ അവിടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കണം. അതായത് ഷാജഹാൻ തന്റെ എല്ലാ നിർമ്മിതികളിലും മാർബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും എല്ലാ നിർമ്മിതികളിലൊന്നും എന്ത് ഉപയോഗിച്ചിട്ടില്ല? മാർബിൾസ് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എന്താക്കാം? ഷാജഹാൻ ആൻസർ കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്യൂർ മാർബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച നിർമ്മിതി എന്ന് പറയുന്നത് ഷെയ്ഖ് സലീം ചിസ്തിയുടെ ദർഗയാണ്. നമ്മൾ പറഞ്ഞു അക്ബറിന്റെ കാലഘട്ടം ജീവിച്ച സൂഫി സൈലം അല്ലെ അക്ബറിന്റെ ഗുരുവാണ് ഷെയ്ഖ് സലീം. ഓക്കെ, ഷെയ്ഖ് സലീം ചിസ്തിയുടെ ദർഗ അത് സ്ഥിതി ചെയ്യുന്നത് ഫത്തേപൂർ സിക്രിയിലാണ്. അത് ഉണ്ടാക്കിയത് അക്ബറാണ്. അത് പരിപൂർണമായിട്ടുണ്ടാക്കിയത് മാർബിളിലാണ്. അപ്പൊ ആദ്യമായി ഇന്ത്യയിൽ ഒരു മാർബിൾ നിർമ്മിതി ഉണ്ടാക്കിയത് അക്ബറാണ്. അത് ഷെയ്ഖ് സലീം ചിസ്തിയുടെ ദർഗയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. സോ PSCയുടെ ആൻസർ കൊടുത്ത് ഓപ്ഷൻ സി ഷാജഹാൻ ആണ് കേട്ടോ. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊത്തമായി മാർബിൾ ഉണ്ടാക്കിയ നിർമ്മിതി ഷാജഹാൻ ആണ്, സോറി അക്ബറാണ് ചെയ്യുന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. അച്ഛൻ മുന്നോട്ട് പോകാം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഹു റോട്ട് ദ ബുക്ക് എ നാഷൻ ഇൻ ദ മേക്കിംഗ്? സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു, അബ്ദുൽ കലാം ആസാദ്, SN ബാനർജി. താഴെ പറയുന്നവരിൽ ആരാണ് എ നാഷൻ ഇൻ ദ മേക്കിംഗ് എന്ന പുസ്തകം എഴുതിയത്? സോ എ നാഷൻ ഇൻ ദ മേക്കിംഗ് എന്ന പുസ്തകം എഴുതി SN ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയാണ് എ നാഷൻ ഇൻ ദ മേക്കിംഗ് എന്ന പുസ്തകം എഴുതി. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, സോ ഹിസ്റ്ററിന്ന് മൊത്തം, ഇന്ത്യൻ ഹിസ്റ്ററിന്ന് മൊത്തം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ മോഡേൺ ഹിസ്റ്ററിന്ന് വന്നിട്ടുള്ളൂ. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ, അതും കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് മോഡേൺ ഹിസ്റ്ററി. ബാക്കിയുള്ള 9 ക്വസ്റ്റ്യൻസും ആൻഷ്യന്റിൽ നിന്നും മിഡീവൽ നിന്നുമാണ്. കൂടുതൽ ചോദ്യങ്ങൾ വന്നത് മിഡീവൽ ഇന്ത്യയിൽ നിന്നാണ്. സോ ഓവറോൾ ഇന്ത്യൻ ഹിസ്റ്ററി ഒരു ആവറേജ് പേപ്പറാണ്. അത്ര ടൈറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ.